ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിങ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സനീബിൻ്റെയും വൃന്ദക്കുട്ടിയുടെയും കുട്ടിയുടെ ജെൻഡർ റിവീലിന് പോവുകയാണ്. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ പോണത്, ഇത്തിരി വൈകിയാണ് പോണത്. കാരണം അവിടെ പട്ടികളുണ്ട് ഗൈസ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ കോട്ടിയാടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അവിടെ ഇതുപോലെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്, ലവ് ബേർഡ്സ്, ഒരുപാട് ബേഡ്സ്, പിന്നെ 2 പട്ടികളുണ്ട്. പട്ടികൾ പാവങ്ങളാണ്, പക്ഷേ എനിക്ക് പേടിയായ കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ പോകാഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഡെബി മോളും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്നും ഇരുന്നില്ല അവിടെ, എനിക്ക് പേടിയാണ്. കാരണം അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് പട്ടികൾക്ക്. അപ്പോൾ ഇതിങ്ങനെ വരും, അടുത്തേക്കൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയായ കാരണം ഞാൻ ലാസ്റ്റാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത്, മീൻസ് ബാക്കിയുള്ളവരൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തത്. അവർ രാവിലെ വന്നെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേക്ക്സൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയതൊക്കെ എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഗേളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പിങ്കും, അല്ലാത്തവർ ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. ചിലരൊക്കെ പിങ്ക് ഇട്ടിട്ട് ബ്ലൂവും ഒക്കെ പറഞ്ഞവരുണ്ട്, പക്ഷേ ഇതായിരുന്നു നമ്മുടെ ഡ്രസ് കോഡ്. അപ്പോൾ അതേ കുട്ടിയുടെ അച്ഛനാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ആനിമോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൃന്ദക്കുട്ടി, നമ്മുടെ ബേബിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവളുടെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു, അവൾക്ക് നല്ല ചേർച്ച ഉണ്ടായിരുന്നു. ഇത് അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് അഭയ. അപ്പോൾ അങ്ങനെ എല്ലാവരും അപ്പോൾ ഞാൻ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രഡിക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ അവരത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ഡബ്ബിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അതേ ഡെബി മോള് ബോയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ടാണോ പിങ്ക് ഇട്ടിട്ട് വന്നിരിക്കണേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഷാനുട്ടന് കളിക്കാനായിട്ട് ബേബി ബോയ് മതി. അപ്പോൾ മാമനും ബേബി ബോയ് മതി എന്ന് പറഞ്ഞിട്ടാണ് മാമൻ നിൽക്കണേ. അപ്പോൾ മാമനും മോനും പിങ്കൊക്കെ ഇട്ടിട്ട് മാമൻ പിന്നെ ബേബീനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പോൾ കഴിയുമ്പോൾ എന്താ പറയുക, ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അധികം എക്സൈറ്റഡ് ആയിട്ട് ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി ജെൻഡർ റിവീൽ കഴിഞ്ഞതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് വലിയൊരു കൗണ്ട് ഡൗൺ ഇട്ടിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് എല്ലാവരോടും ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ പെൺകുട്ടി, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടി. ദീപു മോനും പറഞ്ഞു പെൺകുട്ടിയാണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതേ സനീബ് ആൻഡ് വൃന്ദ ജെൻഡർ റിവീൽ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ അത് എനിക്കിപ്പോൾ ആദ്യത്തെ കുട്ടി ആയ സമയത്ത് ഞാൻ എപ്പോഴും എന്താ പറയുക, ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് തന്നെയാണ് കണ്ടിന്യൂസ്ലി നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ 5-ാം മാസം ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു ഇത് മാറിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് അറിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ആ പ്രഗ്നൻസി ടൈമിൽ, മീൻസ് ആ ഒരു ഡെലിവറി ടൈമിൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒട്ടും എക്സൈറ്റഡ് അല്ലാത്ത കാരണം ഡോക്ടർ ഡെലിവറി കഴിഞ്ഞ് പോയാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വികാരം ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, ഗായത്രിക്ക് മുന്നേ അറിയാമായിരുന്നല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഒരു പ്രസവം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയും ജെൻഡർ അറിയണ്ടെന്ന് പറയും. കാരണം ആ ടൈമിൽ നമുക്കൊട്ടും ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ഇതിലിങ്ങനെ ഇതായിരിക്കും. അപ്പോൾ ഇത് കുറേ ഫോട്ടോസൊക്കെ എടുക്കാണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ചുറ്റും കാടൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതേ മാമൻ വരുന്നുണ്ട്. മാമന് സാധാരണ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന് ലീവ് കിട്ടാറില്ല. അന്ന് എന്തോ ഒരു ഇതുകൊണ്ട് ഉച്ചവരെ ലീവ് കിട്ടി. അപ്പോൾ മാമൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പോകും. അപ്പോൾ മാമൻ വരികയാണ്. അപ്പോൾ അതേ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവരൊക്കെ നന്നായിട്ട് ഫോട്ടോസ് എടുക്കും കേട്ടോ. ഈ പയ്യനൊക്കെ നന്നായിട്ട് ഫോട്ടോസ് എടുക്കും. അരുൺ തന്നെയാണ് അവൻ്റെയും പേര്. അവർ നന്നായിട്ട് ഫോട്ടോസ് എടുക്കും. പിന്നെ ഇവരൊക്കെ നല്ല പുലിക്കുട്ടികളാണ്. അവരുടേതായിട്ടുള്ള അഭിരുചിയിൽ എല്ലാവരും ഭയങ്കര പ്രാവീണ്യം നേടിയ വ്യക്തികളാണ് ഓരോരുത്തരും. അപ്പോൾ അതേ സനീബ്, വൃന്ദ ഒറ്റയ്ക്കും ഒരുമിച്ചും ഒക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതെന്താണ് ഏത് ബേബിയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗേൾസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഫോട്ടോസ് എടുത്തു കേട്ടോ. എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ഗർഭിണിന്ന്. കാരണം ഞാൻ അതിന് വണ്ണം വെച്ചിട്ടുണ്ട്. എൻ്റെ മോന് 2 വയസ്സായെങ്കിൽ എൻ്റെ ബെല്ലിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷഞ്ചിയാണ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ UK ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നതല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അനോമൽ സ്കാനിൽ നമുക്ക് ജെൻഡർ പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു അബ്രോഡ് ഇപ്പോൾ ഗൾഫിലും അങ്ങനെയൊക്കെ പറയുന്ന, ഇന്ത്യയിൽ മാത്രമാണ് അത് അലൗഡ് അല്ലാതെ ഉള്ളൂ. അപ്പോൾ നമുക്ക്
അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അറിയാം, അല്ലാതെ അവർ ചോദിക്കും നമ്മളോട്, ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയാണ് വേണ്ട പറയണ്ട, എനിക്കിങ്ങനെ എന്താണ് ഫങ്ഷനായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അവരതൊരു എൻവലപ്പിലാക്കി തരും. അപ്പോൾ നമ്മൾ ആ എൻവലപ്പ് എന്ത് ചെയ്യും, ആ എൻവലപ്പ് നമുക്ക് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളുടെ കൊടുത്തിട്ട് ആളോട് പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ അത് ഷഞ്ചിയായിരുന്നു, ഷഞ്ചിയുടെയിലാണ് അവരത് കൊടുത്തിരുന്നത്. അപ്പോൾ അതേ ഒരു ബോർഡൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബേബി പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ട്, ബ്ലൂ സ്റ്റിക്ക് ബേബി ബോയ്ക്കും, പിങ്ക് ബേബി ഗേളിനും. അപ്പോൾ അത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷാൻജ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇറ്റ്സ് എ നൈസ് ഫീലിംഗ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കിതുപോലെ ഗ്യാദർ ചെയ്യാനും നമ്മളുടേതായിട്ടുള്ള കുറച്ച് സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ എല്ലാവരും നല്ലൊരു ഗ്യാങ്ങാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് പറയുന്നതല്ല, നല്ലൊരു ഗ്യാങ്ങാണ്. നല്ലൊരു സമാധാനവും സന്തോഷമാണ് അവരായിട്ട് ഇടപഴകുമ്പോൾ. അത് എന്താണെന്ന് അത് അവിടെ ചെന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ UK വന്നിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ലൊരു ഫ്രണ്ട് സർക്കിളാണ് അവരുടേത്. അപ്പോൾ ആദ്യം തന്നെ വൃന്ദ ബേബി ബോയ് ആണ് പറഞ്ഞത്. അപ്പോൾ സനീബ് ബേബി ഗേളാണ് വെച്ചത്. അത് കഴിഞ്ഞ് മാമനും മോനും കൂടെ ബേബി ബോയ്, കാരണം ഷാനുട്ടനും കളിക്കാൻ ബേബി ബോയ് മതി പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ കൗണ്ട് ബേബി ബോയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ അവളോട് പറഞ്ഞത് ബേബി ബോയ് ആണെന്നാ, പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അവളുടെ ക്രേവിങ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ബേബി ബോയ് ആയിരിക്കും എന്ന്, കാരണം എൻ്റെ ക്രേവിങ്സ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവളെ കണ്ടപ്പോൾ വയറിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും വെറുതെ ഒരു തോന്നൽ. അപ്പം ഞാൻ പറഞ്ഞു ബേബി ഗേളാണെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബേബി ഗേളിനാണ് വെച്ചത് കേട്ടോ. അപ്പം ദീപും മോനും ബേബി ഗേളിന്, ദീപും മോനൊക്കെ എന്താ കേട്ടോടാവോ. അപ്പം രണ്ട് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും ബേബി ബോയ് എന്ന് തന്നെയാണ് പറയണത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എല്ലാവരും ബേബി ഗേൾ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. എൻ്റെ അമ്മ മാത്രമാണ് ബേബി ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഇങ്ങനെ എല്ലാവരും കേട്ടോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവിടെ നിൽക്കുന്നതിൽ 1-2 പേരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി, 1-2 ഓൾമോസ്റ്റ് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതാണ്, 3-4 പേരുടെ കല്യാണം കഴിയാണ്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആണ് ഇതൊക്കെ ഇങ്ങനെ അറിയാൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുക, അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളകാപ്പ് നടത്തിയ സമയത്തൊന്നും ചേട്ടൻ നാട്ടിലുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ പോലും വളകാപ്പിൻ്റെ ഇതിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ സിയക്കുട്ടി ബേബി ബോയ്ക്ക് വെച്ചു. അപ്പോൾ അത് കഴിയുമ്പോൾ അമലമോള് ചെന്നിട്ടും ബേബി ബോയ്ക്ക് വയ്ക്കും. അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒത്തൊരുമയാണ് ഗൈസ്. അപ്പോൾ ഡെബി മോള് പിങ്ക് ഇട്ട് വന്നിട്ട് ബ്ലൂവിലാണ് കേട്ടോ വയ്ക്കണേ. അപ്പോൾ അത് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വെച്ചു. അത് കഴിഞ്ഞിട്ട് മീനാക്ഷി വന്നിട്ട് വയ്ക്കുകയാണ്. ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ബ്ലൂ ഇട്ടവരൊക്കെ ബ്ലൂവിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആനിമോള് ഗേളിലാണ് വെച്ചത്, ബ്ലൂവും പിങ്കുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആനിമോളൊക്കെ നല്ല ബുദ്ധിയിട്ട് കളിച്ചിട്ടുണ്ട്. കിരൺ വന്നിട്ട് ബേബി ഗേളിന്, അവനും ബ്ലൂ ഇട്ടിട്ട് പിങ്കിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് സൈഡിലാണ് വെച്ചത്. എനിക്ക് ബേബി ഗേളായിരുന്നു, ഞാൻ ചേട്ടൻ ബേബി ഗേൾ എന്നാട്ടോ പറയണേ. നമ്മുടെ ജിമ്മൻ കൊണ്ടുവച്ചു, അവനും ബേബി ബോയ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബോർഡ് നോക്കിയാൽ അറിയാം ബേബി ബോയ്സിനാണ് ഫാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ് ഓരോരുത്തർ വെച്ച് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലാസ്റ്റ് അവർ വീഡിയോ എടുക്കാനായിട്ട് അവർ വീണ്ടും ഒന്നും കൂടെ ബേബി ഗേളിന് സനീബും ബേബി ബോയ്ക്കും വൃന്ദയും വെച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ സ്കിപ്പടിച്ച് കാണേണ്ടവർക്ക് സ്കിപ്പടിച്ച് കാണാം. ഞാനത് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തു. UK വിട്ട് പോയാലും നമുക്കത് ഓർക്കാനായിട്ടുള്ളൊരു നല്ല മെമ്മറി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യണത്. പിന്നെ നമ്മുടെ വീടെന്ന് പറഞ്ഞില്ല, ആ വീടിൻ്റെ ഉടമസ്ഥനായ സായിപ്പാണ് അത്. ആൾക്ക് ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ കൾച്ചർ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആൾ വന്നിട്ട് ആൾ വെക്കുന്നുണ്ട് കേട്ടോ. ആൾ നമ്മളോട് വന്ന് ചോദിക്കും. ആൾക്ക് ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട് അനുവദിച്ചത് തന്നെ നമ്മൾ ഭയങ്കര ഒരു ഇതായിട്ട് കരുതുന്നു. കാരണം നല്ലൊരു സ്പേസ് ആയിരുന്നു, നല്ല കാമാൻ കൊയിറ്റായിട്ടുള്ള നല്ലൊരു സ്പേസ്. അതുപോലെ അന്ന് ക്ലൈമറ്റും നല്ലതായിരുന്നു. നമ്മളൊരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ എല്ലാം ഒത്തൊരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആളുടെ പ്രഡിക്ഷൻ ബേബി ഗേളായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ ഏകദേശം എല്ലാവരുടെ പ്രഡിക്ഷനും കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് ഫൈനൽ നമുക്ക് റിസൾട്ട് അറിയാം. എനിക്കിത് വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം, പക്ഷേ എന്താണ് ഓൾമോസ്റ്റ് ഇത് നമ്മുടെ ഇലക്ഷൻ്റെ അന്ന് നടന്ന പരിപാടിയാണ്. ഇലക്ഷൻ റിസൾട്ടും വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വലിയൊരു എന്താ പറയുക, അത്രയ്ക്ക് വലിയൊരു ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ തന്നെ അത് കാണിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്കറിയാം 1-2 പ്ലാൻസൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഒരു കണക്കിന് ഇത് വച്ചത് നന്നായി, കാരണം 1-2 പ്ലാൻസൊക്കെ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഷഞ്ച നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് കണ്ടക്ട് ചെയ്യാൻ. പ്രത്യേകിച്ചും ഷിഫ്റ്റിന് പോകുന്നതിൻ്റെ ഇടയിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരും. അപ്പോൾ കഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പരിപാടിക്ക് വരികയെന്ന് പറഞ്ഞാൽ തന്നെയും എല്ലാവരും അത്രയും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവരും ഒരേപോലെ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നടന്നൊരു പരിപാടി പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വീഡിയോ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കിടന്ന് ചാടുമായിരുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ബേബി ഗേളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രഡിക്ഷൻ പോലെ ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ബേബി ഗേളാണ്. ഒരുപാട് സന്തോഷം, കാരണം ആദ്യത്തെ കുട്ടി ആണായാലും പെണ്ണായാലും ഒക്കെ നമുക്ക് അത്രയും സന്തോഷമല്ലേ. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഷെയ്ക്ക് ചെയ്യണത് ഞാൻ കിടന്ന് തുള്ളായിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമോ എന്തോ. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു എൻവലപ്പാണത്, ഇറ്റ്സ് എ ബേബി ഗേൾ. അപ്പോൾ ഷഞ്ച അത് റിവീൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ കേക്കിലേക്കൊക്കെ ഒഴിക്കാതെ അവർ നല്ല രീതിക്ക് തന്നെ അത് ചെയ്തു. ആ ഫോട്ടോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, റിവീൽ ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അത് കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോഴേക്കും അരുൺ ഇറങ്ങും കേട്ടോ, കാരണം അവന് ഷിഫ്റ്റ് ഉണ്ട്. ഡെബി മോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവൾ ബോയ്ക്കാണ് വോട്ട് ചെയ്തത്, അത് മാറ്റിയിട്ട് അവൾ ഗേളിലേക്ക് ഒട്ടിക്കുകയാണ്. ഷാനുട്ടൻ എന്താണ്, അവർ രാവിലെ തുടങ്ങി ആ കുട്ടിയുടെ ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം ഒക്കത്ത് തന്നെയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതെങ്ങനെ, അല്ലെങ്കിൽ 4 കാലിൽ ഓടന്താണേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് അവനത് അതിലേക്ക് ഇറങ്ങാൻ നോക്കണത് കേട്ടോ. അപ്പോൾ ഇതെന്തോ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ പുക പോണ സംഭവമാണ്, അത് വയ്ക്കാഞ്ഞത് നന്നായി. അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. നമുക്കും ഇതിനെ പറ്റി വലിയ ഇതില്ലല്ലോ, അത് ഐസിൽ തണുപ്പോ ഇല്ലാണ്ടോ എന്തോ ഒരു സംഭവം കൊണ്ട് അത് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഗേളാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു ബേബി ഉണ്ടാവട്ടെ, ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെന്താ, ഇനി ഉള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണതും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണതും ഒക്കെയാണ്. കേക്ക് മുറിക്കണത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഒന്നും ഉണ്ടാവില്ല, അത് ഫ്ലോപ്പായി പോയി ഗൈസ്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ പിങ്ക് വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പുക വരണില്ല, മനസ്സിലായോ? ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഉള്ളിൽ പിങ്ക് ആ പാത്രത്തിൽ കാണുന്നുണ്ട്, പക്ഷെ അത് പുക വരണില്ല. ഒരു കണക്കിന് മറ്റേ ഒരു ഓപ്ഷൻ ബാക്കപ്പ് വെച്ചത് നന്നായിന്ന് നമുക്കും തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താണ്, നമ്മുടെ ഫുഡ് അൽഫാം മന്തിയും പിന്നെ വേറെന്തോ ഒരു ഇതും കൂടെ ആയിരുന്നു. രണ്ടും നല്ല സൂപ്പർ ഫുഡായിരുന്നു. മീൻസ് UK വന്നിട്ട് ഞാൻ ഇത്ര നല്ല മന്തി വേറെ കഴിച്ചിട്ടില്ല കേട്ടോ, അത്രയും നല്ലൊരു മന്തി തന്നെയായിരുന്നു. അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഷാനുട്ടൻ എന്നും ഒരു എന്താ പറയുക, ഒരു ഉഷാറൊന്നും ഉണ്ടായില്ല. ഷാനുട്ടൻ എപ്പോഴും കിടപ്പും, അതിങ്ങനെ ഒന്നാമത് അവന് ഉറക്കം ശരിയാവാതെയോ എന്തോ ആയിരുന്നു. പിന്നെ ഉഷാറായി കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടണ്ടായില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അവന് കേക്ക് കൊടുക്കാനോ എന്തൊക്കെ ചെയ്യാണ്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഫുൾ വീഡിയോ എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അവൻ ഒരു കേക്ക് എടുത്തതാണ് കണ്ടത്. നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ നിന്ന് എന്തെടുത്താലും ആരും നമ്മൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ആരും നമ്മളൊന്നും പറയുകയോ ഒന്നും ചെയ്യില്ല. ഓൾമോസ്റ്റ് കേക്കൊക്കെ നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ല കേക്ക് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഇത്തിരി കളറ് കൂടിപ്പോയി. എനിക്ക് എന്തോ ഒരുപാട് ക്രീമും കളറുള്ളത് ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ ആ ഒരു UK വരുമ്പോൾ നമുക്ക് നല്ല കേക്ക് എന്ന് പറയാൻ നല്ലൊരു കേക്ക് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബോയ്സ് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ഗേൾസ് ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തു. എല്ലാവരും കൂടെ നമ്മൾ കേക്ക് മുറിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബോയ്സ് ആ സൈഡിലും ഗേൾസ് ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ആരെയും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കേക്ക് മുറിക്കുകയാണ്. എന്താ സന്തോഷമായിരിക്കും എന്നറിയാം, നമുക്ക് ആദ്യത്തെ ഒരു ബേബി അത് അറിയുന്ന ഒരു നിമിഷം, അത് ഒരുമിച്ച് അറിയുന്ന ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണ്. നമുക്കിനി നമ്മൾക്ക് പേരുകൾ കണ്ടെത്താം, ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോവും, അങ്ങനെയുണ്ട്. ഇപ്പോൾ പേര് കണ്ടെത്തി ഇതാക്കാം നമുക്ക്. അതുപോലെ എല്ലാം ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അതിനൊത്ത് വാങ്ങിക്കാം. അങ്ങനെ കുറേ
സോറി കേട്ടോ, രാത്രിയാണ് ഞാൻ ഡബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കൂട്ടുവായ വരുന്നതാണ്. അപ്പോൾ അതെ ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് എല്ലാവരും അതെ ഇതാണ് ഒരു പട്ടി കേട്ടോ. അവസാനം ഇത് നമ്മളെ കാലിൻ്റെ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനെ അള്ളി പിടിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രോമ പോലെ. കാരണം ഈ പട്ടീനെ ഒട്ടും പേടിയുണ്ടായില്ല, പക്ഷെ എന്നെ പട്ടി കടിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം കടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കൊരു മെൻ്റൽ ട്രോമ പോലെയാണ് പട്ടി അടുത്ത് വന്നാൽ. അതെനിക്കത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 2 പട്ടികൾ കണ്ടില്ലേ നിങ്ങൾ, ഈ 2 പട്ടികളാണ് ഉള്ളത്. ഇറ്റുള്ള പാവങ്ങളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല ഗിഫ്റ്റുകൾ. ഓൾമോസ്റ്റ് എന്നാൽ ഗിഫ്റ്റ് എന്താ പറയുക, ആ ഒരു ഇതിൽ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ കാർഡായിട്ടൊക്കെ കൊടുത്തേ. കാരണം ബേബിയുടെ ഡെലിവറി എന്നത് വൃന്ദയുടെ ഡെലിവറി നാട്ടിലായിരിക്കും. അപ്പോൾ അവർ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് കാർഡൊക്കെ ആയിട്ടാണ് കൊടുത്തത്. എന്നാലും അതിൽ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര നമ്മളത് പറഞ്ഞാലും അത് മതിയാവില്ല. വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് പലരും പല സ്ഥലത്തു നിന്ന് വന്ന് ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് അത് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ തന്നെയേ പറ്റുള്ളൂ. പിന്നെ തന്നെയല്ല എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കമ്പനി ആയിട്ടുള്ള ഇപ്പോൾ വൃന്ദ സനീപ് അല്ലെങ്കിൽ അരുൺ അങ്ങനെ ഒരു സർക്കിൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് പരിചയമായത്. അവരൊക്കെ ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊന്നല്ല. അങ്ങനത്തെ ഒരു നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എന്നാലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ നല്ല രസമല്ലേ അത്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് പറയുന്നത് അത് നമുക്ക് വെറുതെ പറയാൻ വേണ്ടി പറയുന്നതല്ല, നമുക്ക് നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതൊരു ഒരു ബോക്സിൽ നമുക്ക് എന്തെങ്കിലും ആക്കി തരുമ്പോൾ അതിലെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, അത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് തന്നെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അത് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടോ എന്നറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ വാല്യൂ അല്ല, അതിലിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതറിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് തരും കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഞാനങ്ങനെ അങ്ങനെ സ്റ്റാറ്റസോ ഒന്നും ഞാൻ ഇടൽ വളരെ കുറവാണ്. പക്ഷെ എനിക്കങ്ങനെ കണ്ടറിഞ്ഞ് ആൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പുറത്ത് പോയി വന്നാലും ഒരു ക്യൂരിയോസിറ്റി ആ സമയത്ത് എൻ്റെ മുഖത്ത് അത്ര സന്തോഷമായിരിക്കും. അതിൻ്റെ വിലയോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ വേ ഓഫ് ഹാപ്പിനെസ് ആണത്. അപ്പോൾ അത് അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് അവരുടെ സ്കാനിങ്ങിൻ്റെ ആ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം. അത് കഴിഞ്ഞതേ ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയാണ്. അത് ബിനിക്കുട്ടനല്ല ബിനിക്കുട്ടൻ സനീപിൻ്റെ വയറിലാണ് പിടിക്കുന്നത്. അങ്ങനെ ബോയ്സ് ടീമൊക്കെ ഒരു ഗ്യാങ്ങായിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പം ഗേൾസ് ടീമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തോന്ന് എനിക്കറിയില്ല. ഷാനുട്ടൻ ഇവിടെ പാവം ഭയങ്കര കേക്കൊക്കെ തിന്നു കേട്ടോ. കേക്കൊക്കെ തിന്നു. മാമൻ പോയി. മാമൻ ഷിഫ്റ്റിന് പോയി എന്ന് തോന്നുന്നു. അപ്പോൾ മാമൻ പോയി കേട്ടോ. അത് കഴിഞ്ഞ് ബോയ്സ് ഫോട്ടോ എടുത്തു. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം എടുത്ത് അച്ഛൻ പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയപ്പോൾ അച്ഛൻ താഴെ ഇറക്കി. പിന്നെ അവൻ്റെ ഒരു എന്താ പറയുക, ഇവിടെ വന്നതിന് ശേഷം അവന് ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്രയും സ്ഥലം കിട്ടി കാണുന്നത് കുട്ടി ആദ്യമായിട്ടാണ്. പിന്നെ അവിടെ ഇറങ്ങി നടന്നാലൊന്നും ഒരു പ്രശ്നമില്ല, മൊത്തം പുല്ലായതുകൊണ്ട് വീണാലൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ പരമാവധി ആൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഷാനുട്ടിന് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് ഇനി കിളികൾ, ഞാനപ്പോൾ ഈ കിളികളൊക്കെ ഇടയ്ക്കൊക്കെ പോയി 2 വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ കിളികൾക്ക് ഇപ്പോൾ ബലൂൺ പൊട്ടുന്നത് പേടിയാണെന്നാണ് പറയുന്നത്. കിളികളൊക്കെ പേടിക്കുന്നു. അപ്പോൾ എല്ലാവരും ഏകദേശം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഷാനുട്ടൻ പഴയ പോലെ തന്നെ ഓട്ടൽ ചാടൽ, അതിന് പിന്നാലെ അച്ഛൻ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ആകെ നമുക്ക് പേടിക്കാനുള്ളത് അവിടെ ഒരു കുളമുണ്ട്.
കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തൊരു കുളമാണ്, പക്ഷേ അതിൽ വെള്ളമുണ്ട്. അതിലേക്ക് പോകുന്ന മാത്രം നോക്കിയാൽ മതി, പിന്നെ വേറെ ഒന്നും നമുക്ക് പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ അതേ അവനിങ്ങനെ ഓരോന്ന് അവിടെ പുല്ല് വെട്ടുന്നൊരു മെഷീനുണ്ട്, അതിലേക്ക് കയറാനൊക്കെ നോക്കുകയാണ്. ആൾക്ക് നല്ല സന്തോഷമായി. അവസാനം ഉറക്കം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഹാപ്പി. ഓട്ടപ്പാച്ചിലും കളിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നല്ലൊരു ഹാപ്പി ഡേ ഇതൊക്കെയായിരുന്നു. പിന്നെ വെൽ സ്പെൻഡ് ഡേ. ഒരുപാട് സന്തോഷമുള്ളൊരു നല്ല ദിവസമായിരുന്നു.